ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാടക്കോഴി കറിയാണ്. ഇപ്പൊ സാധാരണ ഫ്രൈ ആണ് എല്ലാവരും കഴിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് കാടക്കോഴിനെ കറി വെച്ചിട്ട്, അതായത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ വീട്ടിലേക്കിനോട്ട് കറി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ സവാള അരിഞ്ഞ് മൂപ്പിക്കുക. നമുക്ക് ചട്ടി വെക്കാം. എന്തായാലും ചട്ടി ഇത് ചൂടായി വന്നിട്ട് അപ്പൊ നമുക്ക് ചൂടാകുമ്പോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കും. നമ്മളത് സവാളൊക്കെ ഏകദേശം റെഡിഷ് കളറായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അത് ഇപ്പൊ നമ്മ ചതച്ചിട്ടാലും മതി, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പേസ്റ്റാണ് എടുത്തത്. ഏകദേശം വേണ്ട ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ഇട്ട് കുറച്ച് കറി മസാലയും കൂടി, ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഇത് ചെറുപ്പം കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്കിത് കുറച്ച് ചിക്കൻ പൗഡറും കൂടി, ഇതിപ്പോ ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ നമുക്ക് കറിക്ക് ഒരു തിക്നെസ് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഗ്രേവി നല്ല തിക്കായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇടാം, ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മള് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാനില്ല, കാരണം അത്രയും ചെറുത്. അത് ഇങ്ങനെ തന്നെ വരഞ്ഞു കൊടുക്കുക, ജസ്റ്റ് മസാല കയറാൻ വേണ്ടി മാത്രം കേട്ടോ. ഇത് നമ്മളെ 2 കാട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, കാരണം ഇത് വലിയ ഫുൾ ചിക്കൻ കാരണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം, കാരണം ഇത് ഫുൾ ചിക്കൻ കാരണം മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 1 സൈഡ് മാത്രം മസാല മുങ്ങുള്ളൂ. നമ്മളത് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വെന്തോട്ടെ എന്ന് എഴുതിയിട്ടാണ്, കാരണം ഇത് ഫുള്ളായിട്ട് നമ്മളെ ഗ്രേവിയിൽ മുങ്ങിക്കെടുക്കുന്നതാണ്. അപ്പൊ ഒന്നുകൂടി മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഏകദേശം ഇത് റെഡി ആണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ,
നമ്മളെ കാട കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നമ്മളത് കാടക്കോഴി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് ഈ ഒരു പീസ് നോക്കി നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട് ട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ തൊടുമ്പോ തന്നെ പോരുന്നുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളക് ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. എന്തായാലും ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ എല്ലാവരും ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.